നമസ്കാരം ചങ്ങായിമാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് അൽബേനിയയിലെ വ്ലോറെ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ക്രൂയിസിലാണ്. ഈ കാണുന്ന ആളുകളൊക്കെ ഈ ക്രൂയിസിലേക്ക് കയറാൻ നിൽക്കുന്നതാണ്. 26 യൂറോ കൊടുത്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുക. രാവിലെ 10 മണിക്ക് കയറിയാൽ വൈകുന്നേരം 6 മണിക്കാണ് ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുക. ഇവർ കോംപ്ലിമെൻ്റ് ആയിട്ട് ഒരു ജ്യൂസും കുറച്ച് സ്നാക്സ് ഒക്കെ തന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പെയ്ഡാണ്. ഉച്ചക്കകത്ത് ലഞ്ച് ടൈം ആകുമ്പോൾ 24 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ അതും കിട്ടും. ലഞ്ച് ടൈമിൽ നല്ല ബിരിയാണിയൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു. സംഭവം ഒന്നും ഉണ്ടായില്ല. 2-3 ചിക്കൻ്റെ പീസും കുറച്ച് സലാഡും. ഈ ഒരു ക്രൂയിസ് യാത്രയുടെ വൈബ് വേറെ തന്നെയാണ്. നല്ല പാട്ടും ഡാൻസും, പിന്നെ അതിൻ്റെ കൂടെ നല്ല ബിയറൊക്കെ വേണമെങ്കിൽ അതും കിട്ടും. പക്ഷേ പൈസ കൊടുക്കണമെന്നേ ഉള്ളൂ. രാവിലെ 10 തൊട്ട് വൈകുന്നേരം 6 വരെയുള്ള സമയം വലിയവർ ചെറിയവരൊന്നുമില്ല, എല്ലാവരും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അങ്ങ് എൻജോയ് ചെയ്യാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈറ്റാനിക് യാത്ര പോലെ തന്നെ 3 ഫ്ലോറിലായിട്ടുള്ള സെറ്റപ്പാണ്. ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ബാർഗേൾ, അതായത് ഇവളുടെ ഒരു ഡാൻസ്, ഒരു ഒന്നൊന്നര ഡാൻസ് ആയിരുന്നു കേട്ടോ. കച്ചവടം ചെയ്യാൻ വെച്ച ബിയർ എടുത്ത് ഇവള് കുടിച്ചോ എന്നൊരു സംശയം എനിക്ക് തോന്നിയിട്ടാ. ഈ ഒരു ചെറിയൊരു ജീവിതത്തിനുള്ളിലേ കുറേ യാത്രകൾ അതൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ, നല്ലൊരു ഓർമ്മകളായിട്ട്. സാധാരണയായി ഇതുപോലത്തെ യാത്രയിലൊക്കെ ഒരു 3-4 ബിയറൊക്കെ കുടിക്കുന്നതാണ്. പക്ഷെ എന്താണെന്നറിയില്ല, ഷിപ്പിലുള്ള യാത്രയിൽ ബിയർ കുടിക്കുന്ന വലിയൊരു സ്വന്തം തോന്നിയില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ കള്ളുകൂടിയും കാര്യങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കി. ഈ ഒരു യാത്രയിൽ ഈ ക്രൂയിസ് പല പല സ്ഥലങ്ങളിൽ നമ്മൾ കൊണ്ടുപോകും. ആ സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഒരു 10-25 മിനിറ്റൊക്കെ തരും. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിതിൽ കയറും, വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് പോകും, അവിടെ നിന്ന് വീണ്ടും തിരിച്ച് കയറും. ഇതെൻ്റെ പരിപാടി. മെഡിറ്ററേനിയൻ കടലിൻ്റെ ഉള്ളിലാണ് ഈ ഒരു യാത്ര കേട്ടോ. അതായത് തൊട്ടപ്പുറത്തായിട്ട് ഇറ്റലിയും റൈറ്റ് സൈഡിലായിട്ട് ഗ്രീസൊക്കെയാണ് ഈ കാണുന്നത്. ഞാൻ ഈ ക്രൂയിസിൻ്റെ പല ഭാഗങ്ങളിലായി ഇങ്ങനെ നടന്ന് നോക്കിയേട്ടാ. ഭയങ്കര ഒരു രസം തന്നെ ഏട്ടാ, നീലക്കടലൊക്കെ കാണുമ്പോൾ. ഇത് കണ്ട, ഈ ഒരു മനോഹരമായ തീരത്തേക്ക് അവരടുപ്പിച്ച് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത ശേഷം വീണ്ടും യാത്ര തുടങ്ങി. അതായത് രാവിലെ 10 തൊട്ടുള്ള 6 മണി സമയം വരെ ഒട്ടും ബോറടിക്കാത്തൊരു യാത്ര. ഈ ഒരു യാത്രക്കിടെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ ഒരു ക്രൂയിസ് ഒന്ന് ഓടിക്കണം. അതിലുണ്ടായിരുന്ന ആ ഒരു സായിപ്പ് പറഞ്ഞു, നിങ്ങൾ ഓടിച്ചു നോക്ക്, കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. ഓരോ യാത്രയിൽ എന്തൊക്കെ ഉണ്ടാവും നമുക്ക് ഓർമ്മിച്ച് വെക്കാനല്ലേ. സമയം ഏകദേശം 6 മണിയോടടുത്ത് കേട്ടാ.